ആസപ്പടി കേസിൽ ഇഡിയുടെ അന്വേഷണം മുൻ സർക്കാരിലേക്കും ഒന്നാം പിണറായി സർക്കാരിനെതിരെയാണ് അന്വേഷണം നടത്തുക. എക്സാലോജിക്കിന് മാസപ്പടി നൽകാൻ കാരണമെന്ത് എന്നതിലാണ് അന്വേഷണം. വീണയുടെ മറുപടിയിൽ പൊരുത്തക്കേടുണ്ടെന്നും ഇഡി കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നു. വീണയെ മൂന്നാം തവണയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. അടുത്തയാഴ്ച വീണ്ടും ഹാജരാകാനാണ് നിർദ്ദേശം. ഇന്നലെ 10 മണിക്കൂറാണ് വീണയെ ഇഡി ചോദ്യം ചെയ്തത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ആജ്ഞ, 2 ദിവസം തുടർച്ചയായി 2 ദിവസമാണ് ഇപ്പോൾ വീണ വിജയനെ ഈ കേസ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത്. വീണ്ടും ചോദ്യം ചെയ്യുമെന്നറിയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു വീണയിൽ നിന്നും ചോദിച്ചറിഞ്ഞത്? എന്തൊക്കെ മറുപടികളാണ് വീണ നൽകിയത്? ഇതിൽ പൊരുത്തക്കേടുകളുണ്ടോ, അവ്യക്തതകളുണ്ടോ? പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന്, എക്സാലോജിക്കും CMRലും തമ്മിലുണ്ടായിരുന്ന IT സേവനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ മാസപ്പടി കേസ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എംപവർ ഇന്ത്യ ലിമിറ്റഡിൽ നിന്നും വീണ വിജയൻ നൽകിയിരുന്ന ലോണിന്റെ ഡീറ്റെയിൽസ്. അതായത് 2015 ജൂലൈയിലും അത് 50 ലക്ഷം രൂപയാണ് 2015 ജൂണിൽ നൽകിയത്. അത് തിരിച്ചടയ്ക്കാതെ തുടരുകയും ചെയ്തതിന്റെ പലിശ അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചടവ് ഉണ്ടായില്ല. എന്നിട്ടും 2016 ജൂലൈയിലും വീണ്ടും ഈ ലോൺ അനുവദിക്കുന്നു. 25 ലക്ഷം രൂപ ലോൺ അനുവദിക്കുന്നു. ഈ കാര്യങ്ങൾ CMRന്റെ പണമിടപാടുകൾ എന്താണ്, ഏത് സാഹചര്യത്തിലാണ് CMR അത്തരം ഇടപാടുകൾ നടത്തിയത് തുടങ്ങിയ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് വീണയോട് ഇഡിക്ക് ചോദിച്ചറിയാനുണ്ടായിരുന്നത്. ആ കാര്യത്തിലാണ് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. മാത്രമല്ല, പ്രധാനമായും നമുക്കറിയാം, ഈ എക്സാലോജിക് നൽകിയ IT സേവനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് CMRL 8 ലക്ഷം രൂപ മാസം നൽകിയത്. അത് 5 ലക്ഷം രൂപ വീണയ്ക്കും 3 ലക്ഷം രൂപ എക്സാലോജിക് കമ്പനിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ കണ്ടെത്തിയത് 2.78 കോടി രൂപയാണ് 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ വീണയുടെ അക്കൗണ്ടിലേക്കും വീണയുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും വന്നിട്ടുള്ളത് എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ. SFIയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് നൽകിയിരുന്നു. ആ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് സബ്മിറ്റ് ചെയ്തിരുന്നു. കംപ്ലൈന്റ് സബ്മിറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇഡി അതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ്, അല്പം താമസമുണ്ടായിരുന്നു. അതിനുശേഷം 134 രേഖകളാണ് SFIയുടെ കയ്യിൽ നിന്നും ഇഡിക്ക് ലഭിച്ചത്. അതേസമയം ഈ 29-ാം തീയതിയായിരുന്നു വീണ വിജയനോട് ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടത്. പക്ഷേ SFIയുടെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഈ രേഖകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇഡി അടിയന്തരമായി വീണയോട് ഹാജരാക്കാൻ ഫോണിൽ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വീണ ഹാജരായതും. 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ. ഈ 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ വീണയുടെ മറുപടിയിൽ പൊരുത്തക്കേടുണ്ട് എന്ന് തന്നെയാണ് ഇഡി മുന്നോട്ട് വയ്ക്കുന്നത്.